ഹായ്, വെൽക്കം ബാക്ക് ടു റൂട്ട്സ് ആൻഡ് റോസ് ഓസി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുവിധം എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാറാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഗാർഡനിൽ ആവശ്യത്തിൽ ഏറെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ നമുക്കൊന്ന് ഒരു അച്ചാറിട്ട് നോക്കിയേക്കാം. അങ്ങനെ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ട് ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു ബീട്രൂട്ട് എടുത്തപ്പം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ബീട്രൂട്ടിന്റെ ഇല ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചു, കാരണം അതുകൊണ്ട് നമുക്ക് വേറെ തോരൻ ഉണ്ടാക്കാമല്ലോ. അപ്പം ആദ്യം നമ്മളെ എണ്ണ ചൂടാക്കുന്നു. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കടുവും ഉലുവായും പൊട്ടിച്ചെടുക്കും. അപ്പം നമ്മുടെ തീ മാക്സിമം ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കുവാണെങ്കിൽ അധികം കരിഞ്ഞൊന്നും പോകാതിരിക്കും. അപ്പം അത് നന്നായിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഇച്ചിരി നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ കാന്താരി, കാരണം നമ്മുടെ ഗാർഡനിൽ ആവശ്യത്തിലേറെ കാന്താരി ഉണ്ട്. അപ്പം നമ്മൾ അതാണ് ഇതിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മുടെ കറി ലീവ്സ് അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് അധികം ഒന്ന് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ബീട്രൂട്ട് ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ബീട്രൂട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ റെഡിയാക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇത്ര തീരെ തിന്നായിട്ട് എടുക്കുന്ന ഇഷ്ടം. ചില നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്യൂബിന്റെ ഷേപ്പിലോ അങ്ങനെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം ഞങ്ങൾക്ക് പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ ഒരു രീതി ഇഷ്ടം. ഞാൻ മറ്റൊന്നും ഇതിനു മുമ്പ് കഴിച്ചു നോക്കിയിട്ടുണ്ട്, ഇച്ചിരി ക്യൂബായിട്ടുള്ളത്. പക്ഷെ എനിക്കിതാ ഇഷ്ടം. അപ്പം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോഴൊക്കെ നമ്മുടെ തീ ഒരു മീഡിയം ലെവലാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് മസാല ഇടുക. മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ മുളക് പൊടി, ഞാൻ 3 സ്പൂൺ മുളക് പൊടി ഇട്ടേക്കുന്നത്. അതിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് തീ ഒരു മാക്സിമം ലെവലാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യാം. അതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ കായപ്പൊടി, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം. അത് നമ്മൾ ചേർത്തതിന് ശേഷം അതും നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വിനെഗറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. ഇത് നന്നായിട്ട് ആറിയതിനു ശേഷം നമുക്ക് വെള്ളമയോ ഒന്നും ഒട്ടും ഇല്ലാത്ത കുപ്പിക്കകത്തിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്.